കാഫ് എക്സസൈസസിന്റെ ഇമ്പോർട്ടൻസ്. ഒരുപാട് പേര് എക്സസൈസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു മസിലാണ് കാഫ് മസിൽസ്. പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് മാത്രമാണ് ഈ കാഫ് ട്രെയിനിങ് സാധാരണ ചെയ്തു വരുന്നതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ കാഫ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സമയം കൂടുതൽ കാഫ് ട്രെയിനിങ്ങിന് ചെലവാക്കുന്നതായിട്ട് കാണപ്പെടുന്നില്ല. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള എക്സസൈസുകളുടെ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ട്രെയിനിങ് ആണ് കാഫ് ട്രെയിനിങ്. ഇതിന്റെ കാരണം നമുക്ക് വിശദമായി പഠിക്കാം. ഹ്യൂമൻ ബോഡിയുടെ സെക്കൻഡ് ഹേർട്ട് എന്നാണ് കാഫ് മസിൽസിനെ അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ലോവർ ലിംസിലേക്ക് ബോഡിയിലേക്ക് പോകുന്ന ബ്ലഡിന്റെ റിവേഴ്സ് പമ്പിംഗ് ചെയ്യുന്നത്, അതായത് വീനസ് ബ്ലഡിന്റെ റിവേഴ്സ് പമ്പിംഗ് ചെയ്യാൻ കാഫ് മസിൽ പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ എല്ലാ ഓർഗൻസിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഓർഗൻ ഹാർട്ട് ആണ്. അവിടെ നിന്ന് ഈ ബ്ലഡ് യൂട്ടിലൈസ് ചെയ്ത ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് വീനസ് ബ്ലഡ് വഴി തിരിച്ച് ഹാർട്ടിലേക്ക് റിവേഴ്സ് ഫ്ലോ ആവുന്നു. അങ്ങനെ ഹ്യൂമൻ ബോഡിയിലെ സർക്കുലേഷൻ പ്രോപ്പറായി നടക്കുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ലോവർ പോർഷൻസിൽ നിന്ന്, ലോവർ ബോഡിയിൽ നിന്നും വീനസ് ബ്ലഡിന്റെ ഫ്ലോ സാധാരണ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം കൊണ്ടും ചില പ്രത്യേക പോസ്റ്ററിൽ കണ്ടിന്യൂസ് ആയിരിക്കുന്ന കാരണം കൊണ്ടും ഈ റിവേഴ്സ് ഫ്ലോ വളരെ സ്ലോ ആകുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെ ലോവർ ബോഡിയിൽ നിന്നുമുള്ള റിവേഴ്സ് ബ്ലഡ് ഫ്ലോയും അതേപോലെ ലോവർ ബോഡിയിലോട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ഫ്ലോയും ഒക്കെ കുറയുന്ന കാരണം കൊണ്ടും പലവിധ ബുദ്ധിമുട്ടുകൾ ആൾക്കാർ സാധാരണ അവിടെ അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണമായി വെരിക്കോസ് വെയിൻ ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. വീനസ് ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റ് ആകുന്ന കാരണമാണ് ഈ വെരിക്കോസ് വെയിൻ സാധാരണയായി ആളുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം വരുന്നത്. ഒരുപാട് നേരം എണീറ്റ് നിന്ന് ജോലി ചെയ്യുന്നു. ഉദാഹരണമായി ടീച്ചേഴ്സ് കുറെ ലോങ് ടൈം ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ എണീറ്റ് നിന്ന് ചെയ്യും. അതേപോലെ കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാർ, ഇരുന്ന് ജോലി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരിലൊക്കെ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സിറ്റിംഗ് കാരണം കൊണ്ട് ഈ പറയുന്ന ലോവർ ബോഡി മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കാഫ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളിലേക്ക് ലോവർ ബോഡിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വരാനും, അതേപോലെ നിങ്ങളുടെ കുറേ നേരം ഇരിക്കുന്ന ഒരാൾ ജോലിയുടെ ഇടയിൽ തന്നെ കാഫിന്റെ എക്സസൈസസ് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില മൂവ്മെന്റ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിവേഴ്സ് ബ്ലഡ് ഫ്ലോ അവിടെ കൂട്ടാനും ടുവേർഡ്സ് ലോവർ ബോഡിയിലേക്കുള്ള ഫ്ലോ കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ലോവർ ലെഗിന്റെ പോസ്റ്റീരിയർ പോർഷൻ, അതായത് നിങ്ങളുടെ കാലിന്റെ മുട്ടിന് താഴെയുള്ള പിൻഭാഗത്ത് കാണുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് മസിൽസ് കൂടുന്നതാണ് കാഫ് മസിൽസ്, ഗ്യാസ്ട്രോണിമിയസ് മസിൽസ് ആൻഡ് സോളിയസ് മസിൽസ്. കാലിന്റെ ആംഗിൾ ജോയിന്റിന്റെ മൂവ്മെന്റ്സ് ഈ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജോലിയുടെ ഇടയിൽ ആംഗിൾ മൂവ്മെന്റ്സ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കാഫ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് കാഫ് എക്സസൈസസ് ജിമ്മിൽ സീറ്റഡ് കാഫ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കാഫ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആഴ്ചയിൽ ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് കാഫ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ജിമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സസൈസ് ഷെഡ്യൂളിലോ ഈ മസിൽസിനെ പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങളുടെ ഫ്രീ ടൈമിനകത്തും നിങ്ങളെ ഈ ആംഗിൾ ജോയിന്റിന്റെ മൂവ്മെന്റ്സ് ചെയ്ത് നിങ്ങൾ കാഫ് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്.